ടൈം ട്രാവലിംഗ് അഥവാ സമയത്തിലൂടെ സഞ്ചരിക്കൽ പല ഹോളിവുഡ് സിനിമകളിൽ മാത്രം നമ്മൾ കേട്ട് കണ്ട് പരിചയമുള്ളൊരു കാര്യമാണിത്. എന്നാൽ ഈ ഒരു കാര്യം പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന 5 വഴികളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. ആകാശത്തിലൂടെ പറന്ന് നീങ്ങുന്ന പറവകളെ ആശ്ചര്യത്തോടു കൂടി തന്നെ നോക്കിക്കണ്ട നമ്മുടെ പൂർവികരുടെ ഉള്ളിൽ വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ മനുഷ്യർക്കും പറക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം. പല കാലഘട്ടങ്ങളിലായി പലരും അതിനു വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള അനേകം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചിലർക്കൊക്കെ തന്നെയും മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും 1903 എത്തുമ്പോൾ മനുഷ്യർക്ക് പറക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെ, യന്ത്രങ്ങളെ കൃത്യമായ നിലയിൽ തന്നെ നമ്മൾ മനുഷ്യർ കണ്ടെത്തുകയാണ്. 1903 ആദ്യത്തെ വിമാനം നിർമ്മിച്ചുകൊണ്ട് റൈറ്റ് സഹോദരന്മാർ ആകാശത്തിലൂടെ പറക്കാൻ ആരംഭിക്കുകയാണ്. അവിടെ നിന്നും പിന്നെയും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ 66 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനുഷ്യർ പറന്നു ചെന്നുകൊണ്ട് ചന്ദ്രനിൽ പോലും കാലുകുത്തുകയുണ്ടായി. അതെ, ഇന്നലകളിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ വീഡിയോ കോൾ സംവിധാനങ്ങളൊക്കെ തന്നെ. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുമോ നടക്കില്ല എന്നൊക്കെ വലിയ തോതിൽ നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സമയത്തിലൂടെ സഞ്ചരിക്കുക അഥവാ ടൈം ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം. പക്ഷേ ഇതിനോടകം തന്നെ ടൈം ട്രാവൽ തിയററ്റിക്കലി പോസിബിൾ ആണ് എന്ന് തെളിയിക്കുന്ന നിലയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, ടൈം ട്രാവൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ശാസ്ത്ര ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവയിൽ ചിലതൊക്കെ തന്നെയും പരീക്ഷിച്ച് നോക്കി പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്നുകൂടെ ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ടൈം ട്രാവലിംഗ് പോസിബിൾ ആയിട്ടുള്ള 5 വഴികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും നോക്കാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് ഫാസ്റ്റ് ആണ്. വലിയ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറികൾ പ്രകാരം, സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറികൾ പ്രകാരം നമുക്കവിടെ ടൈം ട്രാവലിംഗ് പോസിബിൾ ആകുന്നതാണ്. അതായത് പ്രകാശത്തിൻ്റെ വേഗതയിൽ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗതയോട് ചേർന്നൊരു വേഗതയിൽ നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ അതിനകത്തിരിക്കുന്ന നമുക്ക് അനുഭവപ്പെടുന്ന സമയവും അതുപോലെ തന്നെ പുറത്ത് ഭൂമിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന സമയത്തിലും വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഇത് തന്നെയാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. മുൻപ് ടൈമിനെ കുറിച്ച് വിശദീകരിച്ചുള്ള വീഡിയോയിലും അതിനു മുമ്പ് നമ്മൾ ചെയ്ത ടൈം ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട വിശദമായിട്ട് നമ്മൾ സംസാരിച്ച വീഡിയോയിലൊക്കെ തന്നെയും ഈ ടൈം ഡയലേഷനെ കുറിച്ച് നമ്മൾ ഒരുപാടധികം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, ഫാസ്റ്റ്ലി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ടൈം സ്ലോ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. നമുക്ക് അവിടെ ടൈം സ്ലോ ആകുന്നതായിരിക്കും. ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. അത് തിയറിറ്റിക്കലി മാത്രമല്ല പ്രാക്ടിക്കലി കൂടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് തെളിയിക്കുന്നതിന് വേണ്ടി അതാണ് ഗവേഷകർ വ്യത്യസ്തമായൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. 3 അറ്റോമിക് ക്ലോക്കുകൾ എടുത്തുകൊണ്ട് ഒരെണ്ണം ഭൂമിയിൽ വെക്കുകയും മറ്റ് 2 എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനുകളിൽ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾക്കകത്ത് വെക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പരീക്ഷണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ ക്ലോക്കുകൾ പരസ്പരം താരതമ്യപ്പെടുത്തി നോക്കിയ അവസരത്തിൽ ഭൂമിയിൽ നിൽക്കുന്ന ക്ലോക്കിലും അതുപോലെ തന്നെ ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന ക്ലോക്കുകളിലും ചെറിയ തരത്തിലുള്ള ഒരു ടൈം വേരിയേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മൈന്യൂട്ട് സെക്കൻഡ്സ്, വളരെ മൈന്യൂട്ട് മൈക്രോ സെക്കൻഡുകളുടെ വേരിയേഷൻ മാത്രമായിരുന്നു ഈ ക്ലോക്കുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഭൂമിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ക്ലോക്കുകളിലെ സമയത്തേക്കാൾ ഏതാനും മൈക്രോ സെക്കൻഡുകൾ കുറവായിരുന്നു വലിയ വേഗതയിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ഈ വിമാനങ്ങൾക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അറ്റോമിക് ക്ലോക്കുകളിലെ സമയത്തിൽ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് വലിയ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ടൈം സ്ലോ ആകുന്നുണ്ട് എന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, നമ്മൾ ഈ ഒരു വേഗത ഇനിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രകാശത്തിൻ്റെ ഏറെക്കുറെ 90% വേഗതയിൽ നമുക്ക് ഇത്തരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏറെക്കുറെ സാധാരണ സമയത്തേക്കാൾ 2.5 മടങ്ങ് സമയം സ്ലോ ആയിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. സംഗതിയൊക്കെ ശരിയാണ്, വലിയ വേഗതയിൽ സഞ്ചരിച്ചാൽ പോസിബിളാണ്. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമോ? നിലവിലെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനുള്ള സംവിധാനങ്ങളില്ല എന്ന് തന്നെ, യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാം. പക്ഷേ നമ്മൾ ഇതിനോടകം തന്നെ പ്രോട്ടോണുകളെ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാർജ് ഹെഡ്രോൺ കൊളൈഡറിൻ്റെ സഹായത്തോടു കൂടിയാണ് വലിയ വേഗതയിൽ, അഥവാ പ്രകാശത്തിൻ്റെ ഏറെക്കുറെ 99.9999991% വേഗതയിൽ ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോട്ടോണിനെ സഞ്ചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പ്രോട്ടോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ പ്രോട്ടോണിൻ്റെ
നമ്മളുടെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഭൂമിയിലെ 11 മാസങ്ങളാണ്. ഇതൊക്കെ തന്നെയും പോസിബിൾ ആയിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വലിയ വേഗത ഉപയോഗിച്ചുകൊണ്ട്, സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈം ട്രാവലിംഗ് അവിടെ പോസിബിൾ ആണ്. രണ്ടാമതായി ടൈം ട്രാവൽ ചെയ്യാനുള്ള മറ്റൊരു മാർഗം ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞൊരു കാര്യമാണ്. അതും നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റി എത്രത്തോളം കൂടുന്നോ ആ പ്രദേശങ്ങളിൽ സമയം അതിനനുസരിച്ച് സ്ലോ ആകുന്നതായിരിക്കും. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിയുടെ കോറിൽ അകക്കാമ്പിലാണ് ഏറ്റവും അധികം ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നത്. പുറംപാളിയെ അപേക്ഷിച്ച് അവിടെ വലിയ തോതിൽ തന്നെ ഗ്രാവിറ്റി നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. സോ ഭൂമിയുടെ പുറം ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ഭൂമിയുടെ അകക്കാമ്പിനോട് ചേർന്ന്, കോറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്കും രണ്ട് നിലയിൽ തന്നെയായിരിക്കും സമയം കടന്നു പോകുന്നത്. അതായത് കോറിനടുത്ത് നിൽക്കുന്ന, അകക്കാമ്പിനടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു സെക്കൻഡ് കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ഭൂമിയുടെ പുറം പാളിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ തന്നെ കടന്നു പോയിട്ടുണ്ടാകാം. സംഭവമൊക്കെ ശരിയാണ്, നമ്മൾ പറയുമ്പോൾ തിയററ്റിക്കലി എല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒക്കെ സെറ്റാണ്. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലിയും ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2010 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജീസ് ഇത് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ വലിയൊരു ഷെൽഫിൻ്റെ മുകളിലും താഴ്ഭാഗത്തുമായിട്ട് 2 അറ്റോമിക് ക്ലോക്കുകളെ പ്ലേസ് ചെയ്യുകയാണ്. ഈ 2 ക്ലോക്കുകളും തമ്മിലുള്ള ദൂരവ്യത്യാസം എന്ന് പറയുന്നത് 33 സെൻറ്റിമീറ്റർ മാത്രമാണ്. എങ്കിൽ കൂടെയും പിന്നീട് അവർ പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന, ഗ്രാവിറ്റി കൂടുതൽ അനുഭവപ്പെടുന്ന താഴ്ഭാഗത്തിരിക്കുന്ന ക്ലോക്കിൽ മുകളിലിരിക്കുന്ന ക്ലോക്കിനെ അപേക്ഷിച്ച് ഏതാനും സമയം കുറഞ്ഞു എന്ന കാര്യത്തെക്കുറിച്ച്, അതും ഈ പറഞ്ഞ പോലെ വളരെ മൈക്രോ സെക്കൻഡുകൾ മാത്രമാണ് ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും അത്തരം ഒരു വേരിയേഷൻ അന്നേ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റുകളുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന നമുക്കും അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റുകൾക്കും സമയം 2 നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയം അത് ആഡ് ചെയ്തതിനാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ GPS സംവിധാനങ്ങളൊക്കെ തന്നെയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇന്ന് ഉപയോഗിച്ച് വരാൻ സാധിക്കുന്നത്. സോ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇത്തരത്തിൽ ടൈം ട്രാവലിംഗ് പോസിബിൾ ആണ്. വലിയ ഗ്രാവിറ്റി ഉള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പ്രകാശത്തെ പോലും പിടിച്ചു വലിക്കുന്ന അത്ര ഗ്രാവിറ്റി ഉള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സമീപത്തേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമ്മുടെ ഭൂമിയിലൊക്കെ 100-1000 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. ഇൻഡർസ്റ്റെല്ലാർ പടത്തിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും. ടൈം ട്രാവൽ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും സ്ലോ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വലിയ ഗ്രാവിറ്റിയുള്ള പ്രദേശത്ത് ചെന്ന് നിൽക്കുന്ന വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഇവരുടെയൊക്കെ ശരീരത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശരീരത്തിലെ ഓരോ പ്രക്രിയയും സ്ലോ ആകുന്നുണ്ട്. സമയം കുറഞ്ഞതിനനുസരിച്ചിട്ട് അത്തരത്തിൽ സ്ലോ ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആളുകളുടെ ശരീരത്തിൽ നടക്കുന്ന ആ ഒരു ടൈം സ്ലോയിങ് പ്രക്രിയ ഭൂമിയിൽ വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബോക്സിൽ ഇയാൾ അടച്ചു വെച്ചുകൊണ്ട് അയാളുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും സ്ലോ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അതായത് അയാളുടെ ഓക്സിജൻ ഇൻടേക്ക് റേറ്റ്, അതുപോലെ തന്നെ BPയുടെ റേറ്റ്, അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റബോളിക് റേറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കും അവിടെ ടൈം ട്രാവലിംഗ് പോസിബിൾ ആകുന്നതായിരിക്കും. അയാൾക്കും സമയം കടന്നു പോകുന്നത് വളരെ വളരെ പതുക്കെയായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം തിയററ്റിക്കലി ഇതും കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. പക്ഷേ ഇത് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 തന്നെ എലികളിൽ ഇത്തരത്തിലുള്ളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോജൻ സൾഫൈഡ് പോലുള്ള പല കെമിക്കൽസൊക്കെയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവസരങ്ങളിൽ ഈ എലികളുടെ ഓക്സിജൻ ഇൻടേക്ക് റേറ്റൊക്കെ പതിയെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ പതിയെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ മെറ്റബോളിക് റേറ്റും അങ്ങനെയുള്ള എല്ലാം പതിയെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 6 മണിക്കൂറിന് ശേഷം വീണ്ടും ഈ ഒരു എലി പഴയ നിലയിലേക്ക് മാറി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരിക്കലും ബാക്കിയുള്ള ജീവികളിൽ, പന്നികളിലോ ആടുകളിലോ ഒന്നും നടത്തിയപ്പോൾ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതല്ല എങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഹൈപ്പോതെർമിക് ഹൈബർനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ്. അതായത് നമ്മുടെ രക്തത്തിന് പകരമായിട്ട് കോൾഡ് സലൈൻ സൊല്യൂഷൻ കടത്തിവിടുക. അതുവഴി ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എല്ലാം ഒന്ന് സ്ലോ ആകുന്ന നിലയിലേക്ക്, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രക്രിയയും സ്ലോ ആകുന്ന നിലയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇത് പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നികളിലൊക്കെ ഇതിനോടകം തന്നെ ഈ ഒരു പ്രക്രിയ ചെയ്ത് നമ്മൾ വിജയം കൈവരിച്ചിട്ടുള്ളതാണ്. ഇനി മനുഷ്യരിൽ നടത്താനുള്ള ചില ക്ലിനിക് ട്രയലുകളും മറ്റുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രൊസീജിയേഴ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെയും
ഈ ടൈം ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണമായിട്ട് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ആളുകളുടെ ശരീരത്തിലൊക്കെ തന്നെ സംഭവിക്കുന്ന പോലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തെയും സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ടൈം ട്രാവൽ പോസിബിൾ ആണ്. ഇനി അടുത്തതായി നാലാമത്തെ ഒരു വഴിയുള്ളത് വേം ഹോളുകളുടെ അകത്തുകൂടെ നമ്മൾ സഞ്ചരിക്കുക. ഒരവസരത്തിൽ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു വേം ഹോളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല നമ്മൾ ഒരിക്കലും ഇന്നവരെ ഈ സാധനം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് പല പ്രശസ്തരായിട്ടുള്ള ഗവേഷകരും വിശദീകരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള പലരും നമ്മുടെ പ്രപഞ്ചത്തിൽ വേം ഹോളുകൾ ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വേം ഹോളുകൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്കുള്ള ഒരു എളുപ്പ വഴി എന്നൊക്കെ വളരെ ചുരുക്കിയിട്ട് നമുക്ക് ഈ വേം ഹോളുകളെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വേം ഹോളുകളിലൂടെ എളുപ്പ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ വലിയ ദൂരം നമുക്ക് താണ്ടാൻ സാധിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണ്. ഏതൊരു അടിസ്ഥാനത്തിലാണ് ഈ ടൈം ട്രാവലിംഗ് പോസിബിൾ ആണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. മാത്രമല്ല വേം ഹോൾ എന്ന് പറയുന്നത് ഒരുപാടധികം സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. ഇനി ഇതൊന്നുമല്ലാണ്ട് മറ്റൊരു വഴി എന്ന് പറയുന്നത്, അഞ്ചാമതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ടൈം ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അമേരിക്കൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള റൊണാൾഡ് മെല്ലറ്റിനെ പോലുള്ള പലരും വിശദീകരിക്കുന്നത് നമുക്ക് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്പേസ് ടൈമിൻ്റെ സ്ട്രക്ചർ മറ്റോ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനെ കുറിച്ച് കൂടുതലായി പഠിച്ചു കഴിഞ്ഞാൽ സ്പേസ് ടൈമിന് നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ വേം ഹോളുകളെ പോലെ തന്നെ വലിയ ദൂരങ്ങളിലേക്ക് നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെ അവിടെയും നമുക്ക് ടൈം ട്രാവലിംഗ് പോസിബിൾ ആണെന്ന് പറയുന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇവിടെ രണ്ട് ഭാഗത്തും ഈ ഒരു വേം ഹോളിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ടൈമിനെ വളച്ച് ഒരുപാട് ദൂരത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടുമൊക്കെ ടൈം ട്രാവൽ പോസിബിൾ ആകുന്നത്? നമ്മൾ ഭൂമിയിൽ നിന്നും 1,00,000 പ്രകാശവർഷം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തിലേക്കോ മറ്റോ ഒക്കെ നോക്കുകയാണ്. ആ ഒരു അവസരത്തിൽ നമ്മൾ കാണുന്നത് 1,00,000 പ്രകാശവർഷം മുമ്പേ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രകാശരശ്മി നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ്. അതായത് 1,00,000 പ്രകാശവർഷം മുമ്പേ അവിടെ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു 1,00,000 പ്രകാശവർഷം അപ്പുറത്ത് കിടക്കുന്ന ആ ഗ്രഹത്തിലേക്ക് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തിച്ചേരാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അവിടെ ആ ഒരു ടൈം ട്രാവലിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ആ ഒരു ഗ്രഹത്തിൻ്റെ ഭാവിയിലേക്കാണ് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേരെ കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ വളരെ ലളിതമായിട്ട് തന്നെയാണ് ഈ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ തന്നെയും പരാമർശിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമുമായി ബന്ധപ്പെട്ട വീഡിയോ, അതുപോലെ തന്നെ ടൈം ട്രാവൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്ന വീഡിയോ, അതിൽ നിന്നൊക്കെ തന്നെയും വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്ത് തന്നെ ആയാലും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ടൈം ട്രാവലിംഗ് ഒക്കെ പോസിബിൾ ആണോ, സമയത്ത് നമുക്ക് നിർത്തിവെക്കാൻ സാധിക്കുമോ, അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഭാവിയിൽ ഇതൊക്കെ തീർച്ചയായിട്ടും പോസിബിൾ ആകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇമ്പോസിബിൾ എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല മുമ്പൊക്കെ തന്നെ നമ്മൾ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ സ്പേസ് ടൈമിനെ വളച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വാർപ്പ് ഡ്രൈവ് ടെക്നോളജി പോലുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ പഠനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനാലൊക്കെ തന്നെയും ഭാവിയിൽ ഇതൊക്കെ വരുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും വേണ്ട. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതാണ് ആദ്യം വരുമെന്ന് തോന്നുന്നത്? ആ ഒരു മാർഗ്ഗം ഏതാണെന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടുന്ന പ്രതീക്ഷയോടെ ബൈ.